ഇന്നൊരു ചിക്കൻ ൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് 2 പട്ടയും കറാമ്പൂവും ഏലക്കയും കൂടെ ചേർത്തു. അത് മൂത്ത് വന്നപ്പോൾ ഞാൻ 2 സവാള ചെറുതാക്കി നൈസായി മുറിച്ചാണ് അതും കൂടെ ചേർത്തു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നല്ലോണം ഇളക്കി കൂട്ടി ഒന്ന് മൂടി വെച്ച്, നമുക്ക് വേഗം ആടിക്കിട്ടാൻ മൂടി വയ്ക്കണം, നല്ലതാണ്. അപ്പോൾ അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തോ ഭയങ്കര ടെൻഷൻ, എന്താണെന്നറിയില്ല. ചില ദിവസങ്ങൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഭയങ്കര രാവിലെ എണീച്ചപ്പോഴേ ഒരു മൂഡ് ഔട്ട്. അപ്പോൾ ഇത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അത് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില. അപ്പോൾ അതൊക്കെ ഞാൻ ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നല്ലോണം നമുക്കിതൊന്ന് വാടിക്കിട്ടണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഇളക്കി കൂട്ടി ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കശ്മീരി മുളക് പൊടി, ഇതെല്ലാം ചേർത്തു. അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തക്കാളി 2 തക്കാളിയും ചെറുതാക്കി മുറിച്ചതാണ്, അപ്പോൾ അതും കൂടെ ചേർത്തു. അപ്പോൾ നല്ലോണം അതും കൂടെ വാടി വന്നപ്പോൾ ചിക്കൻ കഴുകി ചെറുതാക്കി മുറിച്ച് കഴുകി വെള്ളം കൂറ്റി വെച്ചതാണ്. ഇനി ഇതിൽ വെള്ളമൊന്നും ഞാൻ ചേർത്തില്ല കേട്ടോ. മൂടി വെച്ച് നമുക്ക് അതിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ടുണ്ട്. ഇനി നല്ലോണം അത് ഇളക്കി കൂട്ടി ഒന്നുകൂടെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നല്ല സൂപ്പറായിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടി വിചാരിച്ചതാണ്. അപ്പോൾ കുരുമുളകും പെരുംജീരകവും കൂടെ പൊടിച്ച് അതും കൂടെ ചേർത്തു, മല്ലിയില ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയണം കേട്ടോ.